ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ മൈ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഞാൻ എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് കേട്ടോ ഇടാറ്. അപ്പം ഓരോ ദിവസത്തെ ഞാൻ ഇടാറില്ല. പക്ഷേ ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യൽസ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് എന്താണ് വെക്കാൻ പോകുന്നത്? ചിക്കൻ കറിയും ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. സോ അപ്പത്തിന് ആദ്യം കറി വേണമല്ലോ, അതിനതേ ചിക്കൻ കറിയാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ വറുത്ത് കോരി ചിക്കനൊക്കെ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി രുചിയായിരിക്കും. സോ ഞങ്ങളുടെ മമ്മി ഇതുപോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം വെക്കുന്ന സംഭവങ്ങളൊക്കെ പറയണോ? ഇതിനകത്ത് കാണുന്നുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിനകത്തോട്ട് കടുകൊക്കെ പൊട്ടിക്കും. ഞങ്ങളുടെ അമ്മ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും അതിനകത്ത് കടുക് പൊട്ടിക്കും കേട്ടോ. ശേഷം അതിനകത്തോട്ട് നമ്മുടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെന്തായിരുന്നു, ഇഞ്ചി ഒക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതിന് എൻ്റെ അമ്മ ചീത്ത പറയും. പക്ഷെ അങ്ങനെ ഇളക്കാൻ പാടില്ലെന്നാണ്. കുറച്ച് നേരം ഇളക്കിയിട്ട് അവിടെ ഇങ്ങനെ അത് വഴന്ന് വരാൻ വേണ്ടി വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ സംഭവങ്ങളെല്ലാം ചെയ്യാൻ കേട്ടോ. അതിനുശേഷം എൻ്റെ അമ്മ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇട്ടിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് സാധാരണ ഇന്ന് ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ബിരിയാണി കഴിക്കുന്നത് കണ്ടു. അപ്പം എനിക്കും കൊതിയായി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് കാരണം അമ്മ കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം പിന്നീട് അതൊന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കിനും അതിനകത്തോട്ടൊരു തക്കാളി അരിഞ്ഞിടുക. ശേഷം മസാലപ്പൊടി ഇല്ലേ, നമ്മുടെ ആ ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള അത് പൊടിച്ച് വെച്ചതാണിത്. അപ്പം അത് പൊടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതേ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് ഞങ്ങളുടെ അമ്മ ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. നമ്മുടെ ഇറച്ചി എന്തോരം ക്വാണ്ടിറ്റി ആണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം നല്ല എരി ഉണ്ടാവും. അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് നേരെ പച്ച ചിക്കനാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വറുത്തോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. മിക്സ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നേരെ അത് കഴുകി എടുത്ത് വെച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഫുള്ളും ഇതിൻ്റെ അകത്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വറുത്ത് എടുത്ത ഒരു ചിക്കൻ്റെ പോലെ തന്നെ കിട്ടും. എന്നിട്ട് പുതിനയില എടുത്തിട്ട് ശകലം ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ശകലം ചാറ് വേണം, അതുകൊണ്ട് ഞങ്ങൾ ചാറ് പോലെ വെച്ചിട്ടോ. ശേഷം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം അതിൻ്റെ കിറ്റാണ്, നമ്മുടെ കുഞ്ഞമ്മച്ചിയുടെ ബിരിയാണി കിറ്റാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അമ്മ അതിൻ്റെ അകത്തുള്ള ആവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ ഓൾറെഡി അതിനകത്തുനിന്ന് എടുത്തത് കാരണം എനിക്ക് ബാക്കി ഇത്രയുള്ള ഇതേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ അമ്മ നമ്മുടെ മുന്തിരിയും കാഷ്നട്ടും ഗീക്കകത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ട് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ശേഷം നമ്മുടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ എടുത്തിട്ട് വീണ്ടും വഴറ്റിയിടുക. അപ്പം ഇതും ഇങ്ങനെ ആദ്യം എടുത്ത് ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മുടെ ഓൾറെഡി വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലോട്ട് ഇങ്ങനെ വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം എനിക്കങ്ങനെ വെക്കാനറിയില്ലായിരിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ വെക്കത്തില്ല. എന്തിനാ വെറുതെ കൊളാക്കുന്നത് എന്നോർത്തിട്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗീയിലോട്ട് നമ്മുടെ മസാല ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും ഇട്ട് ഇളക്കിയിട്ട് അതിലോട്ട് കഴുകി കോരി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് വെന്ത് വരുന്നവരെ അടച്ചു വെക്കുക കേട്ടോ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത്രയും പാടുപെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ നമ്മുടെ സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള
സാമഗ്രികളാണ്. സോ എനിക്ക് തക്കാളി ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് അമ്മ ചിക്കൻ കറിക്കകത്ത് ഇട്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാരറ്റാണ് കേട്ടോ പകരം എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സവാളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സവാളയിലോട്ട് ഇതേ നമ്മുടെ കേട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് കുഞ്ഞായിട്ട് ഇതൊരു നല്ലൊരു കളർ കിട്ടും കേട്ടോ. സോ അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ ജിഞ്ചർ കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക, പച്ചമുളകും പിന്നെ കറിവേപ്പില. അപ്പം കറിവേപ്പില ഇല്ലാത്തൊരു ഐറ്റം ഇല്ല കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രസമുണ്ടല്ലേ. അതെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ഇങ്ങനെ അടി പിടിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടേ അത് വേവിച്ചെടുക്കാവുള്ളൂ. പിന്നെ ഇതേ നമ്മുടെ ഓൾറെഡി വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ വെതറി കൊടുക്കുക. പുതിനയില കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ എസൻസും മേളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ശകലം നേരം വെച്ചിട്ട് പിന്നെ അങ്ങ് നിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് ആവിയിൽ വെന്ത് വരാനായിട്ടാണ്. നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബാക്കി വീഡിയോസും കൂടി കയറി കാണണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബേബി.